ഹായ്, നമസ്കാരം പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച വളരെ ഒരു നല്ല സിനിമയാണ് തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തുന്ന ഐ നോബഡി എന്ന ഒരു പടമാണ് ഈ ആഴ്ച നമുക്ക് മുന്നിലുള്ളത്. നിസാം ബഷീർ എന്ന സംവിധായകൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് റോഷാക്ക്, കെട്ടിയോളാണ് എൻ്റെ മാലാഖ ഒക്കെയാണ് അല്ലേ. എപ്പോഴും നമ്മളെ ഞെട്ടിക്കാനായിട്ട് നോക്കുന്ന ആളാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഐ നോബഡി എന്ന സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറിയത്. 2 മണിക്കൂറും 48 മിനിറ്റുമുള്ള ഈ ചിത്രം ഒരു ക്രൈം ആക്ഷൻ ത്രില്ലറാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കഥയും തിരക്കഥയും നോക്കുവാണെങ്കിൽ സമീർ അബ്ദുൾ ആണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. കഥയിലേക്ക് നോക്കിയാൽ രാജീവൻ എന്ന വളരെ പാവപ്പെട്ട ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ്റെ കഥയാണിത്. ഭാര്യയും കുട്ടികളുമായി സമാധാനത്തോടെ ജീവിക്കുന്ന പുള്ളിക്കാരൻ അവിചാരിതമായി ഒരു ബാങ്ക് കൊള്ള നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെ ബന്ദിയാക്കുന്ന കൂട്ടത്തിൽ പെട്ടുപോകുകയാണ്. അവിടെ നിന്നാണ് കഥ മാറുന്നത്. ട്വിസ്റ്റ് ആരംഭിക്കുകയാണ്. കൊള്ളക്കാർ കൊല്ലപ്പെടുന്നതോടെ കാണാതായ കോടിക്കണക്കിന് രൂപയുടെ പണം എവിടെയാണെന്ന് ഈ രാജീവിന് അറിയാം എന്ന് പോലീസും മാധ്യമങ്ങളും നാട്ടുകാരും ഒരുപോലെ വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ഒരു ക്രിമിനൽ മാസ്റ്റർ മൈൻഡായി ചിത്രീകരിക്കപ്പെടുന്നു. ആദ്യ പകുതി വളരെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഒട്ടും ബോറടിപ്പിക്കാതെയാണ് കഥ എഴുതിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ കഥ കുറച്ചൊന്ന് ഇഴയുന്നതായിട്ട് തോന്നും. ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ച അത്രയും ഒരു വലിയ മാസ് ആയില്ലെങ്കിലും ഒരു നല്ല മെസ്സേജാണ് സുഹൃത്തുക്കളെ നമുക്ക് തരുന്നത്. സംവിധാനവും നിർമ്മാണവും ഒക്കെ നോക്കുകയാണെങ്കിൽ സംവിധായകൻ നിസാം ബഷീറിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഈ സിനിമയിലും കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രംഗങ്ങളും ഒരു ഇരുണ്ട പശ്ചാത്തലവും ഡാർക്ക് അറ്റ്മോസ്ഫിയറാണ് ഈ സിനിമയ്ക്കകത്ത്. നായകൻ്റെ മനസ്സിലെ പേടിയും വെപ്രാളവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ 48 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിർമ്മാണം നോക്കുവാണെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള കാശ് അവർ നന്നായി ഇറക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഹൈവേയിലെ ആക്ഷൻ സീനുകളും സെറ്റുകളും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വലിയ തിയേറ്റർ അനുഭവം തരാൻ വേണ്ടി ഒരുക്കിയ ഒരു സിനിമയാണെന്ന് തന്നെ മനസ്സിലാക്കാം. അഭിനേതാക്കളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. പൃഥ്വിരാജ് സുകുമാരൻ രാജീവനായിട്ടാണ് വേഷമിടുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മാസ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിനെ ഇതിൽ കാണാൻ പറ്റില്ല. ഒരു സാധാരണക്കാരൻ്റെ നിസ്സഹായ അവസ്ഥ പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. പാർവതി തിരുവോത്താണ് മറ്റൊരു താരം. മീരയായി വേഷമിടുന്നു. രാജീവിൻ്റെ ഭാര്യയായിട്ടാണ് പാർവതി വരുന്നത്. തൻ്റെ ഭർത്താവിനെതിരെ നാട് മൊത്തം തിരിയുമ്പോൾ അതൊരു അലർച്ചയോ ബഹളമോ ഇല്ലാതെ വളരെ പക്വതയോടെ പാർവതി അഭിനയിച്ച് തീർത്തിട്ടുണ്ട്. സിനിമയിലെ മികച്ച അഭിനയം നോക്കുവാണെങ്കിൽ പാർവതിയുടേതാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. മറ്റു താരങ്ങൾ വില്ലൻ വേഷം ചെയ്ത ഹക്കിം ഷാജഹാൻ കലക്കി എന്ന് തന്നെ പറയണം. പിന്നെ മുതിർന്ന താരങ്ങളായ അശോകൻ, വിജയരാഘവൻ എന്നിവരും കുട്ടികളായി വന്ന നക്ഷത്ര, ആയിര എന്നിവരും അവരുടെ ഭാഗങ്ങൾ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ, ടെക്നിക്കൽ ക്രൂസ് ഒക്കെ നോക്കുവാണെങ്കിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമനാണ്. DOP വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഫ്രെയിമുകൾ എല്ലാം തന്നെ സൂപ്പറാണ്. ആ ഒരു കൊച്ചു ഫ്ലാറ്റിനുള്ളിലെ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ശ്വാസമുട്ടൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഹൈവേയിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ ലാർജ് സ്കെയിലിലാണ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. എഡിറ്റിംഗ് നോക്കുവാണെങ്കിൽ റമീസ് MP ആണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതിയിൽ എഡിറ്റിംഗ് പക്കയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ ചില സീനുകൾ വീണ്ടും വീണ്ടും വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെട്ടിമാറ്റിയിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടെ സ്പീഡ് ആയേനെ എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്.
സംഗീതം ജേക്സ് ബിജോയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നല്ലതാണ്, കൊള്ളാം. ത്രില്ലർ മൂഡിന് അനുയോജ്യമാണ്. സിനിമയിലെ ഗാനം വളരെ മനോഹരമാണ് കേൾക്കാനായിട്ട്. നെക്സൺ ജോർജിൻ്റെ സൗണ്ട് ഡിസൈനും സിനിമയിലെ ഭയം കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. തിയേറ്റർ റെസ്പോൺസ് ആൻഡ് ഓഡിയൻസ് റിയാക്ഷൻ നോക്കുവാണെങ്കിൽ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണം നോക്കിയാൽ ഒരു മിക്സ്ഡ് ടു പോസിറ്റീവ് അഭിപ്രായമാണ് കേൾക്കുന്നത്. തിയേറ്ററിലെ ഇൻ്റർവെൽ ബ്ലോക്കും യാനിക് ബൻ കൊറിയോഗ്രാഫി ചെയ്ത ഹൈവേയിലെ ആക്ഷൻ സീനും കണ്ടപ്പോൾ തിയേറ്ററിൽ വലിയ കയ്യടിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും ഒരുമിച്ച് വന്നതും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലെ ലാഗ്, അത് കാരണം ചിലർക്കൊക്കെ ചെറിയ നിരാശയുണ്ട് സുഹൃത്തുക്കളെ. ഒരു നോൺ സ്റ്റോപ്പ് ആക്ഷൻ പടം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു പരീക്ഷണ ചിത്രമായി തോന്നിയേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സാങ്കേതികമായി വളരെ മികച്ചു നിൽക്കുന്ന നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു സോഷ്യൽ ത്രില്ലറാണ് ഐ നോബഡി എന്ന സിനിമ. ഭയങ്കര മാസ് പടം എന്ന പ്രതീക്ഷയില്ലാതെ പോയാൽ തിയേറ്ററിലിരുന്ന് ധൈര്യമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണിത്. നിങ്ങൾ ഇതിനോടകം തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തിയേറ്റർ അനുഭവം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ സിനിമകളും വളരെ ബുദ്ധിമുട്ടി ഒരുപാട് പ്രയത്നിച്ചാണ് ഒരു സിനിമ വെളിയിലിറങ്ങുന്നത്. അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാനായിട്ട് ശ്രമിക്കണം. അതാണ് അതിൻ്റെ ആ വിജയം എന്ന് പറയുന്നത്. സിനിമയിലെ സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ആ ഒരു ദൃശ്യാനുഭവവും മറ്റെങ്ങും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ട് തൊട്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് സിനിമ കൊട്ടകയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അതിലൂടെ വരുന്ന പൈറസിയുള്ള സിനിമകളൊന്നും കാണാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ സിനിമ കൊട്ടകയിലിരുന്ന് കാണുന്ന ആ ഒരു സുഖം, ആ ഒരു അനുഭവം, ദൃശ്യാനുഭവം മറ്റെങ്ങും കിട്ടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അതിൽ പണം മുടക്കിയവർക്കുമൊക്കെ ആ പണം തിരിച്ചു കിട്ടട്ടെ. വീണ്ടും നല്ല നല്ല സിനിമകളൊക്കെ മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ, ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു ഫിലിം റിവ്യൂ ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.